രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി മാർച്ച് 22 ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ ഭാരത കത്തോലിക്ക സഭ. ബാംഗ്ലൂരുവിൽ നടന്ന കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ 36ാമത് ദ്വിവാർഷിക അസംബ്ലിയുടെ സമാപനത്തിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ആഹ്വാനം. മതധ്രുവീകരണം നിലനിൽക്കുന്ന രാജ്യത്ത് സാമൂഹിക സൗഹാർദ്ദത്തെ തകർക്കുകയും ജനാധിപത്യത്തെ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെന്ന് CBCI നേരത്തെ പ്രസ്താവിച്ചിരുന്നു. അതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഭാരത കത്തോലിക്ക സഭ മാർച്ച് 22 പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. പ്രഥമ സ്ഥാനം ദൈവത്തിന് നൽകണമെന്ന് ഓർമ്മപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ. അപരനോടുള്ള തുറവിയുടെയും സ്നേഹത്തിന്റെയും അടിസ്ഥാനം ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നുമാണ് ഉടലെടുക്കുന്നതെന്നും അതിനാൽ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകണമെന്നും ഫ്രാൻസിസ് പാപ്പ. UK വംശജനും എഴുത്തുകാരനുമായ ഓസ്റ്റിൻ എവറിയുടെ ഫസ്റ്റ് ബിലോങ്സ് ടു ഗോഡ് എന്ന പുതിയ ഗ്രന്ഥത്തിന് എഴുതിയ ആമുഖക്കുറിപ്പിലാണ് ഇക്കാര്യം ഫ്രാൻസിസ് പാപ്പ കുറിച്ചിരിക്കുന്നത്. ജീവിതം യഥാർത്ഥത്തിൽ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ സഹജീവികളോടുള്ള തുറവി ആവശ്യമാണെന്നും അതിനു നമ്മെ പ്രചോദിപ്പിക്കുന്നത് ജീവിതം എന്ന സമ്മാനം പിതാവായ ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചതാണെന്നുമുള്ള ബോധ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു. അനാവശ്യ ആർഭാടങ്ങൾ സഭയിലും സമൂഹത്തിലും കൂടി വരികയാണെന്നും ആർഭാടങ്ങൾ നിയന്ത്രിച്ചേ മതിയാകൂവെന്നും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഭരണങ്ങാനം അൽഫോൺസ തീർത്ഥാടന കേന്ദ്രം സന്ദർശിച്ച് പ്രസംഗിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള സഭയായി മാറുകയെന്നുള്ളത് സീറോ മലബാർ സഭയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. വലിയ പള്ളിഗോപുരങ്ങൾ ഉയർത്തുന്നത് നിയന്ത്രിക്കണം. നാട്ടിൽ ധാരാളം പാവപ്പെട്ടവരുണ്ടെന്നും മാർ റാഫേൽ തട്ടിൽ കൂട്ടിച്ചേർത്തു. ജെറുസലേമിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച യഹൂദ ചരിത്രകാരനായ മൈക്കൽ വോൾസൺ ജെറുസലേമിൽ തീവ്ര യഹൂദവാദികൾ ബെനഡിക്റ്റിൻ മഠാധിപതിക്ക് നേരെ തുപ്പുകയും യേശുവിനെതിരെ അസഭ്യം പറയുകയും ചെയ്ത സംഭവം വിവാദത്തിന് പിന്നാലെയാണ് ജൂഡിഷ് ആൾജമൈൻ എന്ന പ്രതിവാര യഹൂദ പത്രത്തിൽ കുറിപ്പിലൂടെ അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ അപലപനീയമാണെന്നും വിദ്വേഷം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ബെനഡിക്ട് 16 കുറിച്ചുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിമുഖം ഉടൻ പുസ്തകരൂപത്തിൽ. തന്റെ മുൻഗാമിയായ ബെനഡിക്ട് 16 ബന്ധത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പയുടെ അഭിമുഖം പുസ്തകരൂപത്തിൽ ഉടൻ പുറത്തുവരും. പാപ്പയുമായി ഒരു സ്പാനിഷ് പത്രപ്രവർത്തകൻ നടത്തിയ അഭിമുഖമാണ് പുസ്തകമാകുന്നത്. പുസ്തകം 2024 ഏപ്രിൽ 3 പ്രകാശനം ചെയ്യുമെന്ന് സ്പാനിഷ് പ്രസാധകരായ പ്ലാനറ്റ പബ്ലിഷിംഗ് ഹൗസ് ഫെബ്രുവരി 8 പ്രസ്താവിച്ചു. പിൻഗാമി ബെനഡിക്ട് 16 കുറിച്ചുള്ള എന്റെ ഓർമ്മകൾ എന്നതാണ് പുസ്തകരൂപത്തിലിറങ്ങുന്ന അഭിമുഖത്തിന്റെ പേര്.